നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2022 മാർച്ച് 2022 നടന്ന SSLC മോഡൽ എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് കൊടുക്കുന്നത്. അപ്പോൾ 40 മാർക്കിലാണ് എക്സാം വരുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ഈ പ്രാവശ്യം മുൻ വർഷങ്ങളിലൊക്കെ പാസേജ് തന്നിട്ട് ഒരു പാഠഭാഗത്തിൻ്റെ പാസേജ് തന്നിട്ട് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ एक से 9 तक के प्रश्नों के लिए एक अंक है. 1 തുടങ്ങി 9 വരെയുള്ള ക്വസ്റ്റ്യന് ഓരോന്നിനും കിട്ടുന്ന മാർക്ക് ഓരോ മാർക്ക് വീതമാണ്. ഈ സൂചന 1 से 6 तक के प्रश्नों में से किन्हीं 4 के उत्तर लिखें. 1 തുടങ്ങി 6 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. प्रथम 3 प्रश्नों के संभावित उत्तर कोष्टक में दिए गए हैं. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലക്കിൻ മുझे फेंको मत किस कविता की पंक्ति है. എന്നെ വലിച്ചെറിയരുത്, ഇത് ഏത് കവിതയിലെ വരികളാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ അകാൽ और उसके बाद टूटा पहिया बच्चे काम पर जा रहे हैं हताशा से एक व्यक्ति बैठ गया था ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റായ ആൻസർ ടൂട്ടാ പഹിയ എന്നാണ്. രണ്ടാമത്തത് മൊഹല്ലേക്ക് കിസി ഷാദി മേം നീലി കാക്കി സ്കൂൾ യൂണിഫോം പെഹന്നെ കോൺ ആത്താ താ. പ്രദേശത്തെ ഒരു വിവാഹത്തിന് നീലയും കാക്കിയും സ്കൂൾ യൂണിഫോം ധരിച്ച് വന്നത് ആരാണ്. ബ്രാക്കറ്റിൽ മിഹിർ, മോർപാൽ, രൺവിജയ്, ബാട്ടിസ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായ ആൻസർ മോർപാൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കई दिनों तक चूल्हा रोया चक्की रही उदास चूल्हा क्यों रो रहा था. ഏറെ ദിവസങ്ങളായിട്ട് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ആട്ടുകല്ലും ഉദാസീനയാണ്. ചുൽഹ ക്യൂം രോ രഹാദ, എന്തുകൊണ്ടാണ് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഡണ്ട് കെ കാരൺ, ബാരിഷ് കെ കാരൺ, അകാൽ കെ കാരൺ, മഹാമാരി കെ കാരൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായ ആൻസർ അകാൽ കെ കാരൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. यह किसने कहा. ആദ്യം ഞാൻ ഈ പൈസ ശേഖരിക്കട്ടെ, അതിനുശേഷം ഞാൻ പാടാം. ഇത് പറഞ്ഞത് ആരാണ്. ഉത്തർ ചാർലിനെ. ചാർലിയാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. बेला के रिबन का रंग बीरबोटी का रंग जैसा था. वह रंग कौन सा है. ബേലയുടെ റിബണിൻ്റെ നിറം ബീർബോട്ടിയുടെ നിറം പോലെയായിരുന്നു. ആ നിറം ഏതാണ്. ഉത്തർ ലാൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ടാക്കൂർ കെ കുएं से पानी लेने कौन चुपके से आती जाती है. ടാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ ആരാണ് പോയത്. ഉത്തർ ഗംഗി. ഗംഗിയാണ് ടാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയത്. ഇവിടെ സൂചന കൊടുത്തിരിക്കുന്നത് 7 തുടങ്ങി 9 വരെയുള്ള ക്വസ്റ്റ്യനിൽ സഹി ഉത്തർ കോഷ്ടേഴ്സ് ചുൻകർ ലിഖിയ. ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ്. ബൂഡാ മല്ലാഹ് ഗസൽ സുനാത്ത ഹെ ഇസ്മേ വിശേഷൻ ശബ്ദ കോൺസാ ഹെ. വൃദ്ധനായ തോണിക്കാരൻ ഗസൽ കേൾപ്പിച്ചു, ഇതിൽ വിശേഷൻ ശബ്ദ ഏതാണ്. ബ്രാക്കറ്റിൽ മല്ലാഹ്, ഗസൽ, സുനാത്ത ഹെ, ബൂഡ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശരിയായ ആൻസർ ബൂഡ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫുൽദേയി കെ ത്യോഹാർ കെ ലിയെ കബ് തക് ബच्चे ഫുൾ ചുൻത്തെ ഹെ. ഫുൽദേയി ഉത്സവത്തിന് കുട്ടികൾ ഏതുവരെയാണ് പൂക്കൾ പറിക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ സുബഹ് തക്ക്, ദേർ ഷാം തക്ക്, ദുബഹാർ തക്ക്, രാത്ത് ഭർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായ ആൻസർ ദേർ ഷാം തക്ക്. 9ാമത്തെ ക്വസ്റ്റ്യൻ. കുടിലി തോ പരായ് ഹെ കിസ് പ്രകാർ കി രചന ഹെ. കുടിലി അന്യൻ്റേതാണ് എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്. കവിത. ബ്രാക്കറ്റിൽ കവിത, യാത്രാവിവരൺ, സംസ്മരൺ, കഹാനി കൊടുത്തിട്ടുണ്ട്. കറക്റ്റായ ആൻസർ കഹാനി. അടുത്തത് ഭാഗ് 2. 10 से 12 तक के प्रश्नों के 2 अंक है. 10 തുടങ്ങി 12 വരെയുള്ള ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് കിട്ടുന്നത്. സൂചന. നിമ്നലിഖിത് പ്രശ്ന കാ ഉത്തർ ലിഖേ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹി ഡുലാനാ ചാഹിയെ. ദുക്കാൻദാർ ने यह किससे कहा क्यों कहा. കാർമേഘം കണ്ട് കുടം കമിഴ്ത്തരുത്. കടക്കാരൻ ഇത് ആരോടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉത്തർ ബേല ഓർ സാഹിൽ സെ കഹ. ബേലയോടും സാഹിലിനോടുമാണ് പറഞ്ഞത്. ക്യൂങ്കി സാഹിലിനെ പെൻ മേ ബച്ചി ഹുയി സ്യാഹി സെമീൻ പർ ചിരക് ദിയ.
എന്തെന്നാൽ സാഹിൽ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി നിലത്ത് കുടഞ്ഞു കളഞ്ഞു. സാഹിൽ സ്യാഹി छिड़कने की बात बेला ने दुकानदार से कहा. പേനയിലുണ്ടായിരുന്ന മഷി സാഹിൽ നിലത്ത് കുടഞ്ഞു കളഞ്ഞ വിവരം ബേല കടക്കാരനോട് പറഞ്ഞു. തബ് ദുക്കാൻദാറിനെ ഏസ കഹ. അപ്പോഴാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. कहने का अर्थ है किसी वस्तु मिलने की प्रतीक्षा में हमारे पास की वस्तु को नहीं छोड़ना चाहिए. ഒരു വസ്തു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൈവശമിരിക്കുന്നത് കളയരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ 11 തുടങ്ങി 12 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും കിസി ഏക ക ഉത്തർ ലിഖിം, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. സൂചന ഇതാണ് തന്നിരിക്കുന്നത്. മുझे वह नहीं जानता था मेरे हाथ बढ़ाने को जानता था. ഹതാശാസയൊക്കെ വ്യക്തി പേട്ട് കയാതയില ഒരു ഭാഗമാണത്. ഇതിൽ നീച്ചേക്ക് താലിക തേക്കേം और लिखेकी मेरे किनका संयुक्त रूप है. താഴെ തന്നിരിക്കുന്ന ബോക്സ് നോക്കാം. അതിനുശേഷം മേരെ അത് എന്തിൻ്റെ യോജിച്ച രൂപമാണ് എന്നാണ് എഴുതേണ്ടത്. മേം കെ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മേരെ കിട്ടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ ജോലിക്ക് പോകുന്നു. ये पंक्तियाँ किस സാമാജിക സമസ്യ को വ്യക്ത करती है. ഈ വരികൾ ഏത് സാമൂഹിക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. इस पर आपका विचार लिखिए. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബാലശ്രമമാണ്. ബാലവേലയെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ബച്പൻ ഖേൽനെ ഔർ പഠ്നെ കാ സമയം. കുട്ടിക്കാലം എന്ന് പറയുന്നത് കളിക്കാനും പഠിക്കാനുമുള്ള സമയമാണ്. കാം കർനെ കാ സമയം നഹി, ജോലി ചെയ്യാനുള്ള സമയമല്ല. ലേക്കിൻ ഹമാരെ സമാജ് മേ ഹസാറോ ബच्चे പഠ്നെ കി ഓർ ഖേൽനെ കി ഉമ്ര മേ കാം പർ ജാ രഹേ. എന്നാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ പഠ്നേക്കോ ഓർ ഖേൽനെ കി ഉമ്ര മേ, പഠിക്കേണ്ടയും കളിക്കേണ്ടയും പ്രായത്തിൽ काम पर जा रहे हैं, ജോലിക്ക് പോകുന്നു. ऐसे हज़ारों बच्चे दुकानों होटल में कारखानों में देख सकते हैं. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികളെ കടയിലും ഹോട്ടലുകളിലും ഫാക്ടറികളിലും കാണാൻ കഴിയും. वास्तव में बचपन में कठिन काम करने से बच्चे शारीरिक और मानसिक रूप में दुर्बल बन जाते हैं. യഥാർത്ഥത്തിൽ കുട്ടികൾ കഠിനമായ ജോലി ചെയ്യുന്നത് മൂലം ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ദുർബലരാകുന്നു. इसलिए हमको बालश्रम रोकना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലവേല തടയണം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന്. ഭാഗ് 3 ഭാഗം 3 കൊടുത്തിട്ടുണ്ട്. 13 തുടങ്ങി 17 വരെയുള്ള ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്ക് 3 മാർക്ക് വീതമാണ്. ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്ന മാർക്ക് 3 മാർക്ക് വീതമാണ്. സൂചന നോക്കാം. 13 തുടങ്ങി 16 വരെയുള്ള ക്വസ്റ്റ്യനിൽ കിൻഹി തീൻക്ക് ഉത്തറിലേക്ക് ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. 13ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. മേം रथ का टूटा हुआ पहिया हूँ लेकिन मुझे फेंको मत. टूटा पहिया ऐसा क्यों कहता है. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നെ വലിച്ചെറിയരുത്. പൊട്ടിയ ചക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. उत्तर टूटा पहिया लघुमानव का प्रतिनिधित्व करता है. हमारे समाज में कुछ गरीब निम्न जाति के लोग दलित आदिवासी आदि लोगों को सब निसार या तुच्छ मानते हैं. वास्तव में ऐसा मानना ठीक नहीं, क्योंकि कौन कब कैसे कहाँ से काम में आएगा पता नहीं सकता. इसलिए किसी को निसार या तुच्छ न माने. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഗംഗി अपने पति के लिए रात को पानी लेने निकलती है. ഗംഗി തൻ്റെ ഭർത്താവിന് വേണ്ടി രാത്രിയിൽ വെള്ളം നിറയ്ക്കാൻ പോകുന്നു. संगीतों की सहायता से ठाकुर का कुआं कहानी की गंगी की चरित्रगत विशेषताओं पर टिप्पणी लिखी. തന്നിരിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ടാക്കൂറിൻ്റെ കിണർ എന്ന കഥയിലെ ഗംഗയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ടിപ്പണി എഴുതാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ഇതൊക്കെയാണ്. പതിക്ക് പ്രതി പ്യാർ, വിദ്രോഹി ദിൽ, സാഹസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗംഗയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. प्रेमचंद की कहानी ठाकुर का कुआं का मुख्य कथापात्र है गंगी. वह अजूत है. अपने बीमार पति जोकू को साफ पानी पिलाने में असमर्थ रहती है. वह अपने पति को अधिक प्यार करती है. बीमार जोकू को पानी पिलाने के लिए रात में वह गड़ा और रस्सी लेकर ठाकुर के कुएं से पानी भरने जाती है. यहाँ उसका साहस प्रकट होती है. गंगी का मन
उच्च वर्ग के लोगों की अनीति पर विद्रोह प्रकट करती है। अपने पति को ताज़ा पानी पिलाने में असमर्थ गंगी का मन दुख से भर जाता है। गंगी अशिक्षित, अछूत, गरीब और असहाय है, फिर भी सामाजिक कुरीतियों के विरुद्ध उसके दिल में विद्रोह के विचार जाग उठते हैं। അടുത്തത് 15ാമത്തെ क्वेश्चन। सबसे बड़ा शोमैन पाठ के आधार पर सही मिलान करें। माँ की आवाज़ फुसफुसाहट में बदल गई। मैनेजर ने चार्ली को स्टेज पर भेजने का हट किया। दर्शक खुशी से तालियां बजाने लगे। 16ാമത്തെ क्वेश्चन। आयाम कलाम के बहाने पाठ के आधार पर 3 सही प्रस्ताव चुनकर लिखी। അയാം കലാം കെ ബഹാൻ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി 3 ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. താഴെയായിട്ട് 6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 എണ്ണം ശരിയായത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. നീൽമാധവ് പാണ്ഡ की फिल्म है आयाम कलाम. അത് ശരിയാണ്. കലാം और രണവിജയ് ഫിലിം കെ പാത്ര ഹെ. കലാമും രണവിജയുമാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ. അതും ശരിയാണ്. രണവിജയ് സ്കൂൾ ജാന പസന്ത് കർത്ത ഹെ. അത് തെറ്റാണ്. ചോട്ടു ഗുദു अपना नाम കലാം രഖ് ലേത്ത ഹെ. അത് ശരിയാണ്. രണവിജയ് ചായ് की दुकान में काम करता है. അത് തെറ്റാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിമ്നലിഖിത പ്രശ്ന കാ ഉത്തർ ലിഖേ. താഴെ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ എഴുതാനാണ്. വാക്യപെരുമിടുക്കി പൂർത്തീകരി. വാക്യപെരുമിട് പൂർത്തീകരിക്കാം. ബ്രാക്കറ്റിൽ ത്യോഹാർ മേ ഫുൽ ദേ കെ ഗീത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിരമിഡ് നോക്കാം. ലോഗ് ഗാത്തെ ഹേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ലോഗ് ഗീത് ഗാത്തെ ഹേ. ലോഗ് त्योहार में गीत गाते हैं. लोग फुल दे के त्योहार में गीत गाते हैं. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാഗ് 4. 18 തുടങ്ങി 22 വരെയുള്ള ക്വസ്റ്റ്യനിന് 4 മാർക്ക് വീതമാണ് കിട്ടുന്നത്. സൂചന. 18 തുടങ്ങി 20 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിഹിർ ഓർ മോർപാൽ സ്കൂൾ കെ ദോസ്ത് തേ. മിഹിറും മോർപാലും സ്കൂളിലെ കൂട്ടുകാരായിരുന്നു. മിഹിർ ഘർ സെ രാജ്മ ചാവൽ ലാത്ത ഹെ. മിഹിർ വീട്ടിൽ നിന്നും ഒരു തരം പയറും ചോറുമാണ് കൊണ്ടുവരാറ്. ഓർ മോർപാൽ ചാച്ച്. മോർപാൽ മോരുമാണ് കൊണ്ടുവരുന്നത്. ദോനും ഗാനയ്ക്ക് അദല ബദലി കർത്തെ. രണ്ടുപേരും ഭക്ഷണം കൈമാറ്റം ചെയ്യാറുണ്ട്. ഈ സമയം മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ഈ സമയത്ത് അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് തന്നിട്ടുള്ളത്. മിഹിർ. അരേ യാർ ക്യാ ഹെ തുമാരെ ടിഫിൻ. മോർപാൽ. ബസ് ചാച്ച്. മിഹിർ. വാഹ് വഹ് മുझे दे दो यह तुम लो. മോർപാൽ. यह क्या है यार. मिहिर. अरे राजमा चावल. मोरपाल. राजमा मैं आज तक देखा भी नहीं. मिहिर. पेट भर गाओ. मोरपाल. हर दिन हम गाना अदला बदली कर गाएं. मिहिर. ज़रूर. അടുത്ത ക്വസ്റ്റ്യൻ. കവി और कविता का परिचय देते हुए इन पंक्तियों का आशय लिखी. കവിയെയും കവിതയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വരികളിലെ ആശയം എഴുതാനാണ്. അകാൽ और उसके बाद കവിതയിൽ നിന്നുള്ള വരികളാണ് കൊടുത്തിട്ടുള്ളത്. कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी बीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. ഈ വരികളുടെ ആശയം നോക്കാം. ഹിന്ദി के प्रसिद्ध कवि श्री नागार्जुन की छोटी सी कविता है अकाल और उसके बाद. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ നാഗാർജുനൻ്റെ ചെറിയ കവിതയാണ് अकाल और उसके बाद. कविता में अकाल और उसके बाद की हालत का मार्मिक चित्रण है. കവിതയിൽ ക്ഷാമവും ക്ഷാമത്തിന് ശേഷവുമുള്ള അവസ്ഥയെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കവിത की पहली 4 पंक्तियों में अकाल का भीषणता का चित्रण है. കവിതയിലെ ആദ്യത്തെ 4 വരികളിൽ ക്ഷാമത്തെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. अकाल में मानव ही नहीं सारी जीव अजीव चीज़ें भी परेशान है. ക്ഷാമത്തിൽ മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ബുദ്ധിമുട്ടിലാണ്. അകാൽ में बेकार रहने से चूल्हा और चक्की दुखी है. ക്ഷാമമായതുകൊണ്ട് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അടുപ്പും ആട്ടുകല്ലും ദുഃഖിതയാണ്. കാനി കുത്തിയാം ചിപ്കലിയാം ഭൂകേക്കെ മാറി ദിനം സെ പരേഷാൻ ഹെ. ഒറ്റക്കൊണ്ടുള്ള പെൺപട്ടിയും പല്ലികളും വിശപ്പ് കൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ബുദ്ധിമുട്ടിലാണ്. ചൂഹം की हालत भी अलग नहीं कि दाने की तलाश में वे कभी के हार गए हैं. എലികളുടെ അവസ്ഥയും മോശമല്ല. അവയും ഭക്ഷണം അന്വേഷിച്ച്
വിഷയമാണ്. യഹ മാനോ കെ ഹാൽ കഹേ ബിന ഹം സമജ് സക്തേ ഹെ. ഇവിടെ മനുഷ്യരുടെ അവസ്ഥ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബീർബോട്ടി കഹാനി കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ ബേല की ഡയറി ലിഖെ. ബേലയുടെ ഡയറി തയ്യാറാക്കാനാണ്. സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് देख रहा था और ബേല സാഹിൽ का. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുന്നു, ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ थे. ഇന്ന് അവസാനമായിട്ടാണ് അവർ പരസ്പരം അവരുടെ വസ്തുക്കൾ തൊട്ടു നോക്കുന്നത്. ബേലാക്കി ആങ്കോ മേ ആസു ആ ഗയേ थे. ബേലയുടെ കണ്ണുകൾ നിറഞ്ഞു. തുമാരി ആങ്കോ മേ ആസു ക്യൂം ആ രഹേ ബേല. നിന്റെ കണ്ണുകൾ എന്താണ് നിറഞ്ഞിരിക്കുന്നത് ബേല. മുझे क्या पता. എനിക്ക് എങ്ങനെ അറിയാം. ബേലാനെ ഡബ് ഡബായി ആങ്കോം സെ ഹസ്തെ ഹുയെ കഹ. ബേല നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടാണ് ഡയറി തയ്യാറാക്കേണ്ടത്. ഡയറി തയ്യാറാക്കുമ്പോൾ ദിൻ, താരീഖ്, ദിവസവും ഡേറ്റും കൊടുക്കണം. 5वीं കക്ഷാ കാ റിസൾട്ട് ആ ഗയ. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. മേ ഛഠി മേ ആ ഗയി. ഞാൻ 6ാം ക്ലാസ്സിലേക്ക് ആയി. സാഹിൽ ബി ജീത് ഗയ. സാഹിലും പാസ്സായി. വഹ അഗലേ സാൽ അജ്മീർ ജായെങ്കെ. അവൻ അടുത്ത വർഷം അജ്മീറിൽ പോകും. വഹം ഹോസ്റ്റൽ മേ രഹ്കർ പഠേങ്കെ. അവൻ ഹോസ്റ്റലിൽ ചേർന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മേത്തോ രാജകീയ കന്യ പാഠശാല മേ. ഞാൻ രാജകീയ കന്യ പാഠശാലയിൽ. ഹം ദോനും ക ആഖിരി മിലാന്ത. ഞങ്ങൾ രണ്ടുപേരുടെയും അവസാനത്തെ കണ്ടുമുട്ടലായിരുന്നു അന്ന്. ദോനോനെ പരസ്പർ റിപ്പോർട്ട് കാർഡ് ദേക്ക. രണ്ടുപേരും പരസ്പരം റിപ്പോർട്ട് കാർഡ് നോക്കി. रिपोर्ट कार्ड देखने वक्त मेरी आंखों में आंसू भर गया और സാഹിൽ ബി रोने लगा. റിപ്പോർട്ട് കാർഡ് നോക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സാഹിലും കരയാൻ തുടങ്ങി. मैं डब डबाई आंखों से हंसते हुए रोनी सूरत साहिल कहकर उसे चिढ़ाया. ഞാൻ നിറഞ്ഞ കണ്ണുകളോട് കൂടി ചിരിച്ചുകൊണ്ട് അവനെ കരയുന്ന സാഹിൽ എന്ന് പറഞ്ഞ് കളിയാക്കി. ധീരെ ധീരെ ഹം ഘർ की ओर चले. പതുക്കെ പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഏക ദോസ്തി മേ കബി ഭൂൽ ന സക്തി. ഈ സൗഹൃദം ഞാൻ ഒരിക്കലും മറക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ 21 തുടങ്ങി 22 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. രാഷ്ട്രീയ ബാലികാ ദിവസ് എന്ന വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഇവിടെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ജനുവരി 24 രാഷ്ട്രീയ ബാലികാ ദിവസ്. ലഡ്ക ലഡ്കി മേ ഭേദ്ഭാവ് ന ഹോ. സബ് പഠേം സബ് പഠേ. സമാനത സബ്കാ അധികാർ. ഇങ്ങനെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്ററിൻ്റെ മോഡൽ കൊടുക്കുന്നുണ്ട്, നോക്കാം. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മോഹൻ രാകേഷ് ഭോപ്പാൽ താൽ മേ രാത് കെ സമയ് യാത്ര കർത്തെ ഹെ. മോഹൻ രാകേഷ് ഭോപ്പാൽ തടാകത്തിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്നു. अपने सैर के अनुभवों का जिक्र करते हुए वे एक मित्र को पत्र लिखते हैं. തൻ്റെ യാത്രാനുഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കൂട്ടുകാരന് കത്തെഴുതുന്നു. സങ്കേതം കി സഹായത സെ പത്ര ലിഖി. താഴെ തന്നിരിക്കുന്ന പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ കത്തെഴുതാനാണ്. അപ്പോൾ ആദ്യം പോയിന്റ്സ് നോക്കാം. അവിനാഷ് കെ സാത്ത് നാവുമേ സൈർ. അവിനാഷിനോടൊപ്പം തോണിയിൽ യാത്ര ചെയ്യുന്നത്. സർദി കാ മോസം. നല്ല തണുപ്പുള്ള കാലാവസ്ഥ. ബൂഡാ മല്ലാഹ് അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാറിനെ കുറിച്ച് വൃദ്ധനായ അബ്ദുൽ ജബ്ബാർ. പിന്നെ ഗാലിബ് കി ഗസലെ സുനന. ഗാലിബിൻ്റെ പാട്ടുകൾ, കവിതകൾ കേൾക്കുക. ലെറ്റർ തയ്യാറാക്കുമ്പോൾ വലതേ സൈഡിലായിട്ട് സ്ഥാൻ, താരീഖ് കൊടുക്കണം. ഇവിടെ മോഹൻ രാകേഷ് ഭോപ്പാൽ തീരത്ത് നിന്നാണ് കത്തെഴുതുന്നത്. അപ്പോൾ പ്ലേസിൻ്റെ സ്ഥാനത്ത് ഭോപ്പാൽ എന്ന് കൊടുക്കണം. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കാം. प्रिय मित्र, आप कैसे हैं? सोचा कि एक चिट्ठी लिखूं. मुंबई के रास्ते में था, लेकिन अब मैं भोपाल में हूँ. भोपाल स्टेशन पर मित्र अविनाश मुझसे मिलने आया था. बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतरा. रात 11 बजे के बाद हम लोग घूमने निकले. भोपाल ताल के पास आया तो मन लगा कि नाव लेकर कुछ देर तक झील की सैर करें. हमारी नाव का मल्लाह अब्दुल जब्बार गायक तो नहीं, मगर उसने कुछ गज़लें हमारे सामने पेश की. उसका गला अच्छा था, सुनाने का अंदाज भी शायराना था.
हम दोनों उसके गायन में विलीन हो गए थे। जब वह खामोश हो गया तो वातावरण ही बदल गया। फिर उससे गालिब की गज़लें सुनाई गई। भोपाल ताल की सैर मज़ेदार थी, दिल को छूने वाली थी। दफ्तर में सबको मेरा नमस्कार कहना। बाकी सब अगले पत्र में जवाबी पत्र की प्रतीक्षा करते हुए। आपका अपना मित्र मोहन राकेश। सेवा में नाम पता. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. സൂചന നോക്കാം. ഭാഗം 5 23 തുടങ്ങി 24 വരെയുള്ള ക്വസ്റ്റ്യനിൽ കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. അതിൽ 23 തുടങ്ങി 24 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. 23ാമത്തെ ക്വസ്റ്റ്യൻ. ടാക്കൂർ കാ കുആം കഹാനി മേ ഗംഗി ഓർ ജോക്കു ബാത് കർ രഹേ ഹെ. ടാക്കൂറിൻ്റെ കിണർ എന്ന കഥയിൽ ഗംഗിയും ജോക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ് പ്രസംഗ് കെ ആധാർ പർ പട്കഥ ഏക് ദൃശ്യ ലിഖ്. ഇതിനെ ആസ്പദമാക്കിയിട്ട് പട്കഥ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഗംഗി ബോലി യഹ് പാനി कैसे पियोगे, न जाने कौन जानवर मरा है, कुएं से मैं दूसरा पानी लाए देती हूँ. जोकू ने आश्चर्य से उसकी ओर देखा. पानी कहाँ से लाएगी? ठाकुर और साहू के 2 कुएं तो है, क्या एक लोटा पानी ना भरने देंगे? हाथ पाँव तुड़वा आएगी और कुछ ना होगा. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് പട്കഥ തയ്യാറാക്കേണ്ടത്. पटकथा. दृश्य 1. स्थान जोकू का चौपड़ी घर. समय सवेरे 9 बजे. पात्र गंगी जोकू. पात्रों का उम्र जोकू को करीब 40 साल, गंगी को करीब 30 साल. वेशभूषा जोकू धोती, गंगी साड़ी चोली. दृश्य का विवरण. बीमार जोकू प्यास से विवश है. वह गंगी से पानी मांगता है. गंगी पानी देती है लेकिन वह बदबूदार पानी था. संवाद. जोकू. गंगी गंगी मेरा गला सूख रहा है. गंगी यह पानी लीजिए. जोकू गुस्से से. उफ, यह कैसा पानी है, बदबू के कारण पी नहीं सकता. गंगी कल पानी लाते वक्त कोई बदबू नहीं दी. जोकू अब तो मारे प्यास के रह नहीं जाता. गंगी गरम पानी पीने से बीमारी बढ़ जाएगी. न जाने कौन जानवर मरा है, कुएं से मैं दूसरा पानी लाई देती हूँ. जोकू आश्चर्य से. पानी कहाँ से लाएगी तो? गंगी ठाकुर और साहू के 2 कुएं तो है, क्या एक लोटा पानी ना भरने देंगे? जोकू हाथ पाँव तुड़वा आएगी और कुछ न होगा. बात चुपके से. गंगी कुछ नहीं होगा, आज रात में पानी लाकर दूंगी. जोकू ठीक है. 24ാമത്തെ क्वेश्चन. माँ की आवाज़ फटने से बालक चार्ली ചാപ്ലിൻ സ്റ്റേജ് पर गाने का विवश हो गया. അമ്മയുടെ ശബ്ദം മോശമായതിനെ തുടർന്ന് ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ കയറി പാട്ട് പാടേണ്ടതായി വന്നു. वह नाच गाकर लोगों की प्रशंसा का पात्र बन गया. അവൻ നൃത്തം ചെയ്തും പാട്ടുപാടിയും കാണികളുടെ പ്രശംസാ കഥാപാത്രമായി. സംഗീതം की सहायता से इस घटना पर एक रिपोर्ट तैयार करें. തന്നിരിക്കുന്ന പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. और शीर्षक दें. അതിനൊരു ഹെഡിങ്ങും കൊടുക്കണം. फर्स्ट पॉइंट इതാണ്. माँ हन्ना चाप्लिन की आवाज़ का फट जाना, बालक चार्ली चाप्लिन को स्टेज पर बेचना, ചാർലി के गीत नृत्य और अभिनय लोगों का अभिनंदन. ഈ തന്നിരിക്കുന്ന പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ആദ്യം ഇതിനൊരു ഹെഡിങ് കൊടുക്കാം. एक महान कलाकार का उदय. लंदन. आल्डरशॉट के थिएटर में आज चार्ली नामक एक अद्भुत बच्चे का शो हुआ, जिसने उस थिएटर को हंसीघर में तब्दील कर दिया. उस थिएटर में चार्ली की माँ गीत गा रही थी. अचानक उसकी आवाज़ फटकर फुसफुसाहट में बदल गई. लोगों ने शोर मचाया और गाना बंद करके वह स्टेज से हटने को मजबूर हो गई. मैनेजर के आदेश से 5 साल के उसके बेटे को स्टेज पर लाया गया. चार्ली निष्कलंकता से गा रहा था कि लोग प्रसन्न होकर स्टेज पर पैसा फेंकने लगे. बच्चा गाना बंद करके पैसे बटोरने लगा. इस व्यवहार ने थिएटर को हंसीघर में तब्दील कर दिया. लोगों ने उसमें एक महान कलाकार को देखा.